നവകേരള യാത്രയ്ക്കിടയിൽ 2023 ഡിസംബർ 5 തീയതി ആലപ്പുഴയിൽ വെച്ചായിരുന്നു ഈ നവകേരള യാത്രയ്ക്ക് കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ കുതിരത്തല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമായി തല്ലി. കരിങ്കൊടി കാണിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ അക്രമ സംഭവമൊന്നുമല്ല, ഒരു പ്രതിഷേധമാണ്. കാലങ്ങളായിട്ട് കേരളത്തിൽ നിന്നല്ല, എല്ലാ സ്ഥലങ്ങളിലും ലോകത്താകമാനം കരിങ്കൊടി കാണിക്കുക എന്നുള്ളൊരു പ്രതിഷേധ മാർഗമാണ്. ഇവർ വണ്ടി തടയുകയല്ല ചെയ്തത്, അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ അക്രമം നടത്തിയിട്ടില്ല, ബസ്സിന് കല്ലെറിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. UDF അധികാരത്തിൽ വരില്ല എന്നായിരുന്നു അവരൊക്കെ കരുതിയിരുന്നത്. പക്ഷേ UDF അധികാരത്തിൽ വന്നിരിക്കുന്നു. അവർ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നീങ്ങിയത്, രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടികൾ അവർക്കുണ്ടാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഷൗക്കത്ത് വരവ്. ഇതൊരു പ്രതികാര നടപടി എന്നുള്ള രീതിയിലല്ല എന്ന് വളരെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വേദന ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ ചുമതലയേറ്റതിന് ശേഷം പറഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായും ഇവർ കുറ്റം ചെയ്തു എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവുകൾ ഉള്ള സ്ഥിതിക്ക് ഇവർ ശിക്ഷിക്കപ്പെടും എന്നുള്ളതായിട്ട് ഒരു സംശയവും വേണ്ട. നമസ്കാരം. 2023 നവകേരള യാത്രക്കിടെ നടന്ന രക്ഷാപ്രവർത്തനം നമ്മളാരും മറന്നിട്ടുണ്ടാവില്ല. അന്ന് അടികൊണ്ടവരിൽ ഇന്നത്തെ ഒരു MLA വരെയുണ്ട്, എഡി തോമസ്. അപ്പം ഇന്ന് സർക്കാർ നിർണായകമായൊരു തീരുമാനം ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞിരുന്നു ആ കേസ് വീണ്ടും അന്വേഷിക്കുമെന്ന്. പക്ഷേ ഇന്ന് കുറച്ചും കൂടി കടന്നൊരു തീരുമാനത്തിലെടുത്തേക്കാണ് ഈ കേസ് അന്വേഷിക്കുന്നത് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ടീം. ഈ ഷൗക്കത്ത് അലി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ച ഒരാളാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു കൃത്യമായ സന്ദേശമല്ലേ, അല്ലെങ്കിൽ പുതിയ സർക്കാരിൻ്റെ ഒരു മുന്നറിയിപ്പല്ലേ? ഞങ്ങൾക്ക് തന്നതിനൊക്കെ ഇനി അങ്ങോട്ട് 5 കൊല്ലം തിരിച്ച് കിട്ടും എന്നൊരു സന്ദേശമല്ലേ ഇപ്പോൾ ഈ ഫസ്റ്റ് ദിവസം തന്നെ തന്നിരിക്കുന്നത്? ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വാശിയേറിയ ഒരു വിഷയമാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. കാരണം നവകേരള യാത്രയ്ക്കിടയിൽ 2023 ഡിസംബർ 5 തീയതി ആലപ്പുഴയിൽ വെച്ചായിരുന്നു ഈ നവകേരള യാത്രയ്ക്ക് കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ കുതിരത്തല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമായി തല്ലി. ആ വിഷ്വലൊക്കെ ശരിക്കും കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഏറെ വല്ലാതെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്ത കുറേ വിഷ്വൽസ് ആയിരുന്നു അത്. കാരണം നവകേരള യാത്ര തുടങ്ങി കണ്ണൂർ ജില്ലയിൽ മാടായിയിൽ വെച്ചാണ് ആദ്യമായിട്ട് അക്രമം ഉണ്ടാകുന്നത്. ഈ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ്സുകാരെ ചെടിച്ചട്ടി എടുത്ത് തലക്കടിച്ച് മാരകമായി പരിക്കേൽപ്പിക്കുന്ന ഒരു സംഭവത്തിൽ തുടങ്ങി പിന്നീട് ആ യാത്ര ചെല്ലുന്നിടത്തെല്ലാം ഇത്തരത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ആലപ്പുഴയിലും പ്രതിഷേധം നടന്നത്. കേവലം കരിങ്കൊടി കാണിക്കാൻ വേണ്ടി മാത്രം എത്തിയ യൂത്ത് കോൺഗ്രസ്സുകാരെ പോലീസുകാർ തല്ലുന്നു. പിന്നീട് മുഖ്യമന്ത്രിയുടെ 2 ഗൺമാൻമാർ നേരിട്ടെത്തി അവരെ പൊതിരെ തല്ലുന്ന ഒരു സീനായിരുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസ്സുകാർ ഇത് കേസ് കൊടുക്കുകയും കേസിൽ അന്വേഷണം വളരെ മന്ദഗതിയിലാവുകയും പോലീസ് അതിന് തെളിവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് ഇവർ കോടതിയെ സമീപിച്ചു. കോടതിയിൽ വിഷ്വലുകളൊക്കെ കൊണ്ടുപോയി കാണിച്ചു. കോടതി അതിൽ ബോധ്യപ്പെട്ടു. കോടതി ഇത് തെളിവായി സ്വീകരിക്കുകയും ഇവർക്കെതിരെ പുനരന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ആ ഉത്തരവുകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് CPMൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തയ്യാറായില്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസിനെ ഏറ്റവും വേദനിപ്പിച്ച വിഷയം. ഇന്നലെ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ, അല്ലെങ്കിൽ ആദ്യം നടത്തിയ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ നടത്തിയ മനുഷ്യത്വരഹിതമായ ഈ അക്രമത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ആരാണ് ഈ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തിയത്, എന്തുകൊണ്ട് അവർക്കെതിരെ വകുപ്പ് തലത്തിൽ അന്വേഷണം നടന്നില്ല, എന്തുകൊണ്ട് കുറ്റക്കാർക്കെതിരെ ശിക്ഷാ നടപടികൾ ഉണ്ടായില്ല എന്നുള്ള കൃത്യമായൊരു ചോദ്യം ഉയരുകയും ഏറ്റവും ആദ്യത്തെ തീരുമാനം എന്നുള്ള രീതിയിൽ SIT രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അതിൻ്റെ ആയിട്ടാണ് പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും അത് അന്വേഷണ ചുമതല ഷൗക്കത്ത് അലിയെ ഏൽപ്പിക്കുകയും ചെയ്തത്. അതാണ് അവിടെയാണ് ഷൗക്കത്ത് അലി എന്നുള്ള പേര് കേൾക്കുമ്പോൾ ശരിക്കും CPM കേന്ദ്രങ്ങൾ ഞെട്ടുന്നത്. കാരണം ഏറ്റവും പ്രമാദമായ, അല്ലെങ്കിൽ കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുകയും ഇപ്പോഴും ആ ഞെട്ടിൽ നിന്ന് മോചനം നേടാൻ പറ്റാതിരിക്കുകയും ചെയ്ത സംഭവമായിരുന്നു TP ചന്ദ്രശേഖരൻ്റെ വധം. കാരണം TP ചന്ദ്രശേഖരനെ കൃത്യമായി ഗുണ്ടകളുടെ സഹായത്തോടുകൂടി പാർട്ടി നടപ്പിലാക്കിയ ഏറ്റവും വലിയൊരു കൊലപാതക പദ്ധതിയായിരുന്നു ഈ കൊല എന്ന് നമുക്കറിയാം. 51 വെട്ട് എന്നുള്ളത് ഇന്നും കേരള മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ CPMൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആക്ഷനായി ഈ സംഭവത്തെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം നടത്തിയവർ ഈ അന്വേഷണം വഴിതിരിച്ചു വിട്ടാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ പുറകിൽ, ഈ കൊലപാതകികൾ സഞ്ചരിച്ച വണ്ടിയുടെ പുറകിൽ മാഷാ അല്ലാ എന്നുള്ള സ്റ്റിക്കർ ഉണ്ടായിരുന്നു എന്നും ഇത് കേസന്വേഷണത്തെ വഴിതിരിച്ചു വിടാൻ വേണ്ടി വളരെ മനഃപൂർവ്വം കൊലപാതകികൾ ഉണ്ടാക്കിയ ഗൂഢാലോചനയാണ് എന്ന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഈ പറയുന്ന ഷൗക്കത്ത് അലി കണ്ണൂരിൽ ഒരു പ്രത്യേക സംഘം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് കണ്ണൂർ സ്ക്വാഡ്. കണ്ണൂർ സിനിമയല്ല, ഈ കണ്ണൂർ സ്ക്വാഡാണ്
യഥാർത്ഥത്തിൽ പിന്നീട് ഈ പ്രതികളെയൊക്കെ പിടിച്ചത് അതിൽ വളരെ പ്രഗത്ഭരായ ആളുണ്ടായിരുന്നു. കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞാൽ അന്ന് നല്ല എല്ലാ കാലത്തും CPM-ൻ്റെ അതായത് പിണറായി വിജയൻ്റെ പോലും ഗുരുസ്ഥാനീയനായിരുന്ന കുഞ്ഞനന്ദൻ അടക്കമുള്ള പ്രതികളെ ഇദ്ദേഹം പിടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രതികളിൽ കൊടിസുനിയെ പോലുള്ള അതിക്രമികളായ ആളുകൾ അന്ന് മുടക്കോഴിമല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതായത് പേരാവൂർ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന മുഴക്കുന്ന് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു മലയാണ് ഈ പുരളിമല എന്ന് പറയും. പുരളിമലയിലെ ഒരു പ്രദേശമാണ് മുടക്കോഴിമല എന്ന് പറയും. ഈ മുടക്കോഴിമലയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികളെ വളരെ സാഹസികമായാണ് ഷൗക്കത്ത് അലിയും ടീമും അന്ന് പിടികൂടിയിരുന്നത്. അന്ന് അത് വലിയ വലിയ സംഭവമായി അന്ന് പത്രങ്ങളിലൊക്കെ വരികയും ചെയ്തു. ഇവരുടെ ആക്ഷനൊക്കെ ശരിക്കും ഒരിക്കൽ പോലും പിടികൂടാൻ സാധ്യതയില്ലാത്ത സ്ഥലമാണ്. കാരണം മുടക്കോഴി മലയിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാൽ അവിടെ പ്രത്യേക സംഘത്തെയൊക്കെ CPM നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഭാഗത്തൂടെ വന്നാലും കാണാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതികൾക്ക് പെട്ടെന്ന് തന്നെ മാറാൻ പറ്റും. ഒരിക്കലും പിടികൂടില്ല എന്ന് തീരുമാനിച്ച പ്രതികളെ ഷൗക്കത്ത് അലി സംഘവും പിടികൂടിയത് വളരെ തന്ത്രപൂർവമായ മാർഗത്തിലൂടെ. അവർ ക്വാറികളിലേക്ക് പോകുന്ന ഒരു ലോറിയിലാണ് ഇവർ പോകുന്നത്. അവരെല്ലാവരും പഴയ ലുങ്കിയും ബനിയനും പഴയ തോർത്തൊക്കെ തലയെ കെട്ടിയിട്ടൊക്കെ തൊഴിലാളികൾ പോകുന്നത് പോലെയാണ് പോലീസുകാരെല്ലാം ഈ സംഭവ സ്ഥലത്ത് എത്തുകയൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഇവരെ പിടികൂടുന്നത്. അതിസാഹസികമായിട്ടാണ് ഇവരെ പിടികൂടിയത്. ഇതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ CPM-നും ഇദ്ദേഹത്തോട് താല്പര്യമില്ലാതായി എന്നുള്ള നമുക്കറിയാം. പിന്നീട് അദ്ദേഹം NIA-യിലേക്ക് പോവുകയും അദ്ദേഹം സ്ക്വാഡിന്റെ തലവനായി മാറുകയൊക്കെ ചെയ്തിരുന്നുകൊണ്ട് കേരളത്തിലെ പല കേസുകളിലും ഇപ്പം സ്വർണ്ണക്കടത്ത് കേസിലൊക്കെ സ്വപ്ന സുരേഷിനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. പ്രമാദമായ നിരവധി കേസുകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അദ്ദേഹം വീണ്ടും കേരള പോലീസിലേക്ക് തിരിച്ചു വരികയും അദ്ദേഹം ഇപ്പോൾ ആലപ്പുഴയിൽ ക്രൈംബ്രാഞ്ച് SP ആയി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു ചുമതല. ഇപ്പം TP കൊലക്കേസ് പോലെയുള്ള ഒരു പ്രമാദമായ കേസ് അല്ലെങ്കിൽ പോലും ഇതിന് മറ്റൊരു തരത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഈ അന്വേഷണത്തെ വളരെ വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും രക്ഷാപ്രവർത്തനം എന്നുള്ളൊരു പ്രയോഗം തന്നെയാണ് അന്ന് നടത്തിയിരുന്നത്. മറ്റേത് കുലംകുത്തിയെ ഇല്ലാതാക്കിയതായിരുന്നു TP കൊലക്കേസിൽ. ഇതങ്ങനെയായിരുന്നില്ല, ഇത് രക്ഷാപ്രവർത്തനമായിരുന്നു. രക്ഷാപ്രവർത്തനം തുടങ്ങിയത് കണ്ണൂർ ജില്ലയിൽ വെച്ച് രക്ഷാപ്രവർത്തനം നടത്തി. അതിന്റെ ഭാഗമായാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് തല്ല് കൊണ്ടത്. അതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം ഇന്നിപ്പം അവിടെ ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്ന തോമസ് ജയിച്ചു വന്ന് ഇദ്ദേഹം ഇപ്പം MLA ആയി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കാട്ടാള രീതി നടപ്പിലാക്കുന്നത് നേരത്തെ കോൺഗ്രസിനെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണമായിരുന്നു. CPM എല്ലാ കാലത്തും ആരോപിച്ചിരുന്നത് പോലീസ് രാജ് നടപ്പിലാക്കുന്നത് എല്ലാ കാലത്തും കോൺഗ്രസ് ആണ് എന്നായിരുന്നു. പക്ഷേ നമ്മൾ പിന്നീട് കണ്ടത്, ഈ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ കണ്ടത്, ഏറ്റവും കൂടുതൽ പോലീസ് രാജ് നടപ്പിലാക്കിയത് പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കിരാതമായ ഈ പോലീസ് അക്രമ രീതിയൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഉദ്യോഗസ്ഥന്മാർക്ക് ഇനിയെങ്കിലും മനസ്സിലാവണം, ഭരണം മാറി വരുമെന്നും അങ്ങനെ മാറി വരുമ്പോൾ ഒരു ഭരണകക്ഷിക്ക് വേണ്ടിയിട്ട് എല്ലാ തരത്തിലും എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി നിലകൊള്ളുന്നത് പിന്നീട് ഭാവിയിൽ വലിയ രീതിയിലുള്ള വലിയ നിയമ പോരാട്ടങ്ങൾക്ക് വിധേയമാവേണ്ടി വരും എന്നൊക്കെ ഇവർ മനസ്സിലാക്കണമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും മനസ്സിലാക്കാതെയാണ് ഈ രണ്ട് ഗവൺമെന്റ്മാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയും CPM നേതാക്കന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്നുള്ളത് പോലും മറന്നുകൊണ്ട് അവർ ഗുണ്ടകളെ പോലെ പെരുമാറിയത്. അതുകൊണ്ട് അവർ പോലീസ് ഗുണ്ടകളാണ് എന്നുള്ളത് നേരത്തെ തന്നെ അവർ ഐഡന്റിഫൈ ചെയ്തതാണ്. UDF അധികാരത്തിൽ വരില്ല എന്നായിരുന്നു അവരൊക്കെ കരുതിയിരുന്നത്. പക്ഷേ UDF അധികാരത്തിൽ വന്നിരിക്കുന്നു. അവർ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നീങ്ങിയത്. രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടികൾ അവർക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഷൗക്കത്ത് അലിയുടെ വരവ്. അതുകൊണ്ട് ഈ കേസിൽ അവർ നിയമപരമായി വലിയ രീതിയിൽ പോരാട്ടം നടത്തേണ്ടി വരും. അവരെ പൂട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ സർക്കാരിന് പറ്റില്ല. പക്ഷേ കുറ്റക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ അവരെ പിരിച്ചുവിടാൻ പോലും പറ്റും. ഒരാൾക്ക് 1 വർഷം കണ്ടേ ഉള്ളൂ എന്ന് പറയുന്നത്, പക്ഷേ മറ്റയാൾ ചെറുപ്പക്കാരനാണ്, ദീർഘകാലം ഇനിയും സർവീസ് തുടരേണ്ടതാണ്. അതുകൊണ്ട് ഇത്തരം ഇടിയന്മാരായ പോലീസുകാർ യഥാർത്ഥത്തിൽ സമൂഹത്തിന് വലിയ മോശം സന്ദേശമാണ് നൽകുന്നത്. ഇത്തരം ആളുകൾ സർവീസ് തുടരുന്നത് തന്നെ പോലീസ് സേനയ്ക്കും വളരെ മോശമാണ്. അതുകൊണ്ട് ഇതൊരു പ്രതികാര നടപടി എന്നുള്ള രീതിയിലല്ല എന്ന് വളരെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വേദന ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ ചുമതലയേറ്റതിന് ശേഷം പറഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായും ഇവർ കുറ്റം ചെയ്തു എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവുകൾ ഉള്ള സ്ഥിതിക്ക് ഇവർ ശിക്ഷിക്കപ്പെടും എന്നുള്ളത് ഒരു സംശയവും വേണ്ട. കേരള ജനതയ്ക്കിടയിൽ CPM-നും ഭരണകക്ഷിക്കും ഇത്ര വലിയൊരു വെറുപ്പ് സമ്മാനിച്ചതിൽ ഈ സംഭവത്തിന് വലിയ സ്ഥാനമുണ്ട്. അതായത് നവകേരള യാത്രയോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അന്ന് ട്രോളായി. ആ ബസ് അടക്കം. അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഒരു സംഭവം കൂടി നടന്നതോടുകൂടി ജനങ്ങൾ പൂർണ്ണമായും സർക്കാരിനെ വെറുത്തുകൂടി. കറുത്ത തുണി കണ്ട പേടിച്ചോടുന്ന മുഖ്യം എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങളെത്തി. കരിങ്കൊടി കാണിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ അക്രമ സംഭവമൊന്നുമല്ല, ഒരു പ്രതിഷേധമാണ്. കാലങ്ങളായിട്ട് കേരളത്തിൽ നിന്നല്ല,
എല്ലാ സ്ഥലങ്ങളിലും ലോകത്താകമാനം കരിങ്കൊടി കാണിക്കുക എന്നുള്ളൊരു പ്രതിഷേധ മാർഗമാണ്. ഇവർ വണ്ടി തടയുകയല്ല ചെയ്തത്. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ അക്രമം നടത്തിയിട്ടില്ല, ബസ്സിന് കല്ലെറിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. നവകേരള യാത്ര തന്നെ ഒരു തരം ഒരു കാര്യവുമില്ലാത്തൊരു യാത്രയായിരുന്നു എന്ന് പിന്നെ കാലം തെളിയിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു ആ യാത്ര നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. രാഷ്ട്രീയമായ വിജയത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ അതൊന്നും വിജയത്തിലേക്ക് കൊണ്ടുപോയില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇപ്പോൾ ഉണ്ടായ തിരിച്ചടിക്ക് പോലും ആ നവകേരള യാത്രയൊക്കെ കാരണമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കണം. കാരണം അതിനുശേഷമാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായി. അതിനുശേഷം ആണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത്, അതിലും CPM-നും LDF-നും വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായി. ഇപ്പോഴിതാ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മാരകമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ശൈലികളൊക്കെ യഥാർത്ഥത്തിൽ ഈ സർക്കാരിൻ്റെ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട്. അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ നവകേരള യാത്ര നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോൾ കേരളയിൽ വിരുദ്ധ സമരത്തിലും ഇതേപോലെ പോലീസുകാർ പല സ്ഥലങ്ങളിലും അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്നുണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് തുടക്കമാണ്. ഇനി ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും പല കേസുകളും പല അന്വേഷണങ്ങളും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. NIA ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലും ഷൗക്കത്ത് അലി വളരെ ശ്രദ്ധേയനായിരുന്നു. ദേശീയ തലത്തിൽ തന്നെ ഉണ്ടായ പ്രമാദമായ പല കേസുകളിലും അദ്ദേഹം അന്വേഷണം നടത്തുകയും തമിഴ്നാട്ടിലൊക്കെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോയി നിരവധി കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനൊക്കെ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചത്. അതുകൊണ്ട് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഷൗക്കത്ത് അലി എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് ഷൗക്കത്ത് അലിയുടെ അന്വേഷണം വളരെ കുറ്റമറ്റതായിരിക്കും. തീർച്ചയായും അത് സർക്കാരിന് ഏറ്റവും സ്വീകാര്യനായ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിലാണ് ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തലവനായിട്ട് ഷൗക്കത്ത് അലി എത്തുന്നത്. ഷൗക്കത്ത് അലിക്ക് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും വലിയ പിന്തുണ കൂടി ഈ കേസിൽ ലഭിക്കുമെന്ന് കൂടി നമ്മളിൽ കാണണം. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇനിയെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ എന്നുള്ള ഒരു സന്ദേശം കൂടിയായിരിക്കും ഈ അന്വേഷണ റിപ്പോർട്ട് എന്ന് ഞാൻ കരുതുന്നു.